നമ്മൾ കൽപ്പറ്റ കുറുമ്പാലക്കോട്ട ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര രസമാട്ടോ. ആ ഒരു കുറുമ്പാലക്കോട്ടേൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമ്മളുടെ മേഘങ്ങളെ ഇടയിൽ നിൽക്കുന്നൊരു സുഖമുള്ളൊരു കാലാവസ്ഥയുള്ളൊരു സംഭവമാണ്. ഭയങ്കര വ്യൂ പോയിൻ്റാണ്. ഭയങ്കര ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ ഈ കുറുമ്പാലക്കോട്ടേൻ്റെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, കുറുമ്പാലക്കോട്ട എൻട്രീൻ്റെ 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ നമുക്കൊരു 3 ഏക്കർ 14 സെൻറ്റ് സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. 2 സൈഡ് പുഴയാണ്, നിരന്ന ലാൻഡാണ്. നമുക്ക് നല്ലൊരു റിസോർട്ട് ചെയ്യാം. കുറുമ്പാലക്കോട്ടേൻ്റെ തൊട്ടടുത്താണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കുറുമ്പാലക്കോട്ടയ്ക്ക് കൽപ്പറ്റയിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ബാണാസുര ഡാം കിടക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന്, നമ്മളെ ലാൻഡിനോട് ചേർന്ന് ഒരു മലങ്കര ഡാം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡാം പോലത്തെ ഒരു സംഭവമുണ്ട്. അതും അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അങ്ങനെ അടിപൊളി ഒരു ഏരിയയാണ്. നമ്മളെ മലയോര ഹൈവേനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡാണ്. സെൻറ്റിന് 45,000 രൂപ. അത് നല്ല സൂപ്പർ വിലയാണ്. കാരണം അവിടെ 60-70 ഒക്കെയാണ് അവിടെ നിലവിൽ മാർക്കറ്റ്. 45,000 രൂപ സെൻറ്റ് വിലയ്ക്ക് 3 ഏക്കർ 14 സെൻറ്റ് ലാൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. ഈ സ്ഥലം നമ്മളെ കുറുമ്പാലക്കോട്ട വ്യൂ പോയിൻ്റ് ആട്ടോ. 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിലൊരു വ്യൂ പോയിൻ്റാണ് ഇത്. നല്ല ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് വണ്ടി ഉണ്ട്. അപ്പം നമ്മളെ ഈ ലാൻഡ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മളൊരു മലയോര ഹൈവേ സ്റ്റാർട്ട് ചെയ്യും. മലങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ മലങ്കരയുള്ളത് ഞാനൊരു ചെക്ക് ഡാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് ഡാമിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് നമ്മളെ ലാൻഡ് ഉള്ളത്. ആ ഒരു വീട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ലാൻഡ് വരുന്നത്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു ചെക്ക് ഡാമാണ് കേട്ടോ, പുതിയതാണ്. അപ്പോൾ ഇത് കാണാനും കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു പുഴ നമുക്ക് ലാൻഡിന് വരുന്നുണ്ട്. ലാൻഡിൻ്റെ സൈഡിൽ കൂടെ ഈ ഒരു പുഴയാണ് വരുന്നത്. നിങ്ങൾ കുറുമ്പാലക്കോട്ട കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗത്താണ് ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നത്. ചെറിയൊരു മലനിരയാണ് കേട്ടോ, അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത, പക്ഷെ അത് ഭയങ്കര വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. ഇപ്പം അടുത്ത് ഫേമസ് ആയതാണ് വയനാട്ടിൽ. ആദ്യം മുതലേ ഉണ്ട്, പക്ഷെ വല്ലാണ്ട് ആൾക്കാർ വരാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിനുള്ളിലാണ്. കുറുമ്പാലക്കോട്ട, ഇതാണ് കുറുമ്പാലക്കോട്ട കേട്ടോ. ഞാൻ താഴെയുള്ള റൂട്ടിൽ നിന്ന് എടുക്കുകയാണ്. ഈ ഒരു സംഭവമാണ് കുറുമ്പാലക്കോട്ട. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർ ഈ കുറുമ്പാലക്കോട്ട പിള്ളേരെ കാണിക്കുക. കാരണം മേലെ വരെ വണ്ടി പോകും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി നമ്മളെ ലാൻഡിലോട്ട് പോവാം. ഞാൻ ഈ പരിസരം ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ഈ റോഡ് നേരെ പടിഞ്ഞാറത്തറയ്ക്കാട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറത്തറയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മലയോര ഹൈവേ, സ്റ്റേറ്റിൻ്റെയാണ്. ഇത് നമ്മളെ ലാൻഡിൽ നിന്ന്, ഈ റോഡിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെ ലാൻഡിലോട്ട് ആക്സസ് ആണ്. നിങ്ങൾ ഫ്രണ്ടിലൊരു പോസ്റ്റ് കാണുന്നുണ്ടാവും, നമ്മൾ അതിൽ തിരിഞ്ഞിട്ട് ലാൻഡിലോട്ട് കയറാം. ഇത് പനമരം പഞ്ചായത്താണ് കേട്ടോ, പനമരം പഞ്ചായത്ത്. പനമരത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 8 കിലോമീറ്ററിൻ്റെ ചുവടേ വരുന്നുള്ളൂ. നമ്മളെ ലാൻഡിലോട്ടുള്ള വഴിയാണ്. 12 അടി വീതിയിൽ ഈ വഴിയാണ്. ഇത് നമ്മളെ പ്രൈവറ്റ് വഴിയാണ് കേട്ടോ, വേറെ ആർക്കും യൂസ് ചെയ്യാൻ ഇല്ലാത്ത നമ്മളെ മാത്രം വഴിയാണ്. നിലവിൽ ഇതിൻ്റെ ആൾക്കാർ ഇവിടെ ഓണേഴ്സ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ലാൻഡ് നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഈ വലത്ത് സൈഡ് ഒരു വീടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇടത് സൈഡ് കുറച്ച് അപ്പുറത്തൊരു വീടുണ്ട്. വേറെ കാര്യമായിട്ട് വീടൊന്നും നമ്മളെ ലാൻഡിൻ്റെ ചുറ്റുവട്ടത്തില്ല. അപ്പോൾ ചേർന്ന് കിടക്കുന്ന ഒരു 10-20 ഏക്കർ തോട്ടാണ്. നമ്മൾ ഏതാണ്ട് ഈ ഒരു കാപ്പി, ലെഫ്റ്റ് സൈഡുള്ള കാപ്പി കഴിഞ്ഞാൽ നമ്മളെ ലാൻഡ് തുടങ്ങുകയാണ്. നമ്മളെ ലാൻഡിൽ കാപ്പി കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കവുങ്ങും തെങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മുതൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ലാൻഡ് വരിക. ഈ റോഡടക്കം നമ്മളെ ലെഫ്റ്റ് സൈഡിൽ, ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ വന്ന വഴിയാണിത്. ഇപ്പം ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന നമ്മളെ ലാൻഡാണ്. ഇങ്ങനെയാണ് ഈ ലാൻഡ് വരുന്നത്. ആ താഴോട്ട് അങ്ങോട്ട് പോകും കേട്ടോ. ആ ദൂരത്ത് കാണുന്നൊക്കെ നമ്മളെ ലാൻഡാണ്. ആ കവുങ്ങ് നിൽക്കുന്ന ഒരുപാട് കവുങ്ങുണ്ട് കേട്ടോ, അതിൽ കുറേ തെങ്ങുണ്ട്. വരുമാനം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് തെങ്ങും കവുങ്ങും മാത്രമേ ഉള്ളൂ. കുറച്ച് മരങ്ങളുണ്ടായിരുന്നു, ഇവർ ആദ്യം അത് വെട്ടിയതാണ്. ഇതിലൊരു വീടുണ്ടായിരുന്നു, ഇതാരും യൂസ് ചെയ്യാത്തതുകൊണ്ട് വീടൊക്കെ കൂടി ഒരു പൊളിഞ്ഞ് വീഴുന്ന കണ്ടീഷനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന അതിലെ പോയാലും നമുക്ക് പുഴയിലേക്ക് എത്താം. അതായത് ഈ ലാൻഡിൻ്റെ 2 സൈഡിലും പുഴയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 2 സൈഡിലും പുഴയുണ്ട്, ഒരു കാരണവശാലും വെള്ളം കയറിയില്ല. അത് നിങ്ങൾക്ക് ഞാൻ ഒരു സൈഡത്തെ പുഴ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെയാണ് പുഴ വരുന്നത്.
നമ്മളിപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടുന്ന് ഒരു മലേൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബാണാസുര മലേൻ്റെ ലോങ് വ്യൂ ഒക്കെ ഇവിടുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. തെങ്ങ്, കവുങ്ങ്, പിന്നെ ചെറിയ ചെറിയ കുറച്ച് മരങ്ങൾ. ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ നടക്കുന്ന ഏതാണ്ട് ഒരു 2 ഏക്കർ ഉണ്ടാവും. 2 ഏക്കർ ചെറിയൊരു സ്ലോപ്പിൽ ഇച്ചിരി ഉയർന്ന് കിടക്കുന്ന ഒരു ലാൻഡാണ്. ഞാൻ താഴെ എത്തുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നല്ല കാടുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാൻഡിലോട്ട് കാര്യമായിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എടുക്കുന്നില്ല. കാട് ഇപ്പം ഇനിയിപ്പോൾ ഇത് മഴ മാറിയാലേ വെട്ടിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അവർ വെട്ടാതെ നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുക. നേരെ താഴെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടുന്ന് ഞാൻ ഈ മേൽ സൈഡ് ഒന്ന് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ലാൻഡിൻ്റെ ഏകദേശ രൂപം കിട്ടും. ഈ പറഞ്ഞ പോലെ നമ്മളെ പടിഞ്ഞാറത്തറ അടുത്താണ്, പനമരം അടുത്താണ്, മാനന്തവാടി കുറുവാദ്വീപൊക്കെ ഇവിടുന്ന് ആകെ 10-15 കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് നമുക്ക് ഇവിടുന്ന് നമുക്ക് അടുത്താണ്. ഏതാണ്ട് പനമരം ഏരിയ എന്നൊക്കെ പറയുന്ന വയനാടിൻ്റെ ഏതാണ്ട് ഒരു സെൻട്രൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആക്സസ് ആണ്. വൈത്തിരിക്ക് പോവാം, ലക്കിടി അടുത്താണ്. അപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു നിരപ്പുള്ളൊരു പോർഷൻ എത്തിക്കഴിഞ്ഞു. അപ്പുറത്തുള്ള തോട്ടം വേറെയാണ് കേട്ടോ. ഇതൊരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലം കേട്ടോ. ഇത് ഏതാണ്ട് 1 ഏക്കറോളം ലാൻഡ് ഉണ്ട്. 1 ഏക്കറിൻ്റെ മേലുണ്ട് കേട്ടോ. അത് ഏറ്റവും ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ ഇത്. ഇതിനോട് ചേർന്നാണ് പുഴ കിടക്കുന്നത്. നമുക്ക് ആ പുഴേൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോവാം. വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല. കറണ്ട് ഓൾറെഡി അപ്പുറത്ത് ആദ്യം ഉണ്ടായിരുന്നു. അവിടം വരെ പോസ്റ്റ് ഉണ്ട്, റോഡ് വരെ. നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വലിച്ചാൽ മതി. പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. റോഡ് ആക്സസ് ചെയ്യാൻ പറയണ്ട, നല്ല വീതിയുള്ള റോഡാണ്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു ലാൻഡാണ് ഇത്. നല്ല നിരന്നൊരു ഏരിയ ആണ് കേട്ടോ. ചില തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു തെങ്ങും തോട്ടം ഉണ്ട്. നമുക്കിത് നല്ലൊരു ഫാം ഹൗസ് ആയിട്ട് ചെയ്യാം, നല്ലൊരു ഹോം സ്റ്റേ ചെയ്യാം, റിസോർട്ട്, വലിയൊരു റിസോർട്ടൊക്കെ ചെയ്യാം. കാരണം 3 ഏക്കറിൻ്റെ മേലെ ലാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വലിയൊരു റിസോർട്ട് ചെയ്യാം. കാരണം ടൂറിസ്റ്റുകൾ ഓൾറെഡി വരുന്നൊരു ഏരിയ ആണ്. കുറുമ്പാലക്കോട്ട വരുന്ന ടൂറിസ്റ്റുകളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. നമ്മളിപ്പോൾ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പുഴ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറേ താഴെയാണ് പുഴ. ഇത് നമ്മളെ ലാൻഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ആട്ടോ പുഴയിലേക്ക്. നമ്മളെ ലാൻഡിൻ്റെ അതിരാണ് ഈ പുഴ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് 2 സൈഡും, അപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെ താഴെയാണ്. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ആ സൈഡ് ഞാൻ കാണിക്കാത്തത്. ഇത് നമ്മളെ കബനി റിവറാണ് കേട്ടോ. അപ്പം ഈ പുഴേൻ്റെ മനോഹരമായ ഒരു ആക്സസ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാൻഡ് വരുന്നത്. 3 ഏക്കർ 14 സെൻറ്റ് ലാൻഡ്. ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. വില തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പിന്നെയും മെസ്സേജ് അയക്കും. വില എല്ലാത്തിലും പറയലുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ഒരു വ്യൂവിൽ നിങ്ങൾ ഈ ലാൻഡിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ടാവും. നല്ല അടിപൊളി ലാൻഡാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിക്കുക. ന്യായമായ വിലയാണ്, അട്രാക്ഷൻ വിലയാണ്. തൊട്ടടുത്ത് പുഴയുള്ള ലാൻഡാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.